Hey guys, let's make നവര റൈസ്. നമ്മുടെ മക്കളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ വൈറ്റമിൻ ബി, കാൽഷ്യം, ഫൈബർ, അയൺ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി റൈസാണ് കേട്ടോ നവര റൈസ്. ഞാനിവിടെ 1 കിലോഗ്രാം അത്രയാണ് എടുത്തേക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് മാത്രം ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് ചിക്കൻ റൈസോ ടൊമാറ്റോ റൈസോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ ഡേർട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരു 4-5 വട്ടമെങ്കിലും ഇത് കഴുകി വൃത്തിയാക്കണം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് എത്രമാത്രം ഡേർട്ട് അടങ്ങിയിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞൊന്ന് ഡ്രെയിൻ ചെയ്തിട്ട് നമ്മളൊരു വൈറ്റ് കോട്ടൺ ക്ലോത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം, ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാട്ടോ. സൺലൈറ്റിൻ്റെ അടിയിലാണ് നമ്മൾ വെക്കുന്നത്. ഈ ഒരു ക്ലൈമറ്റിൽ ഒരു 2 ദിവസം വെച്ചിട്ടാണ് കേട്ടോ എനിക്കൊന്ന് ഡ്രൈ ചെയ്ത് കിട്ടിയത്. അത്യാവശ്യം നല്ല ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ, നല്ല സൺലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രൈ ആക്കി കിട്ടും. പിന്നെ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വേറെ ബൗളിലേക്ക് ഇതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ചൂടാറിയ ശേഷമാണ് കേട്ടോ ഇതൊന്ന് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടത്. അത്യാവശ്യം നല്ല ഗ്രൈൻഡറൊക്കെ ആണെങ്കിൽ നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 6 months കഴിഞ്ഞിട്ടുള്ള ബേബീസ് ആണെങ്കിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. എൻ്റെ ബേബിക്ക് ഇപ്പോൾ 1 year കഴിഞ്ഞു, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് 6 months കഴിഞ്ഞ ബേബീസിനൊക്കെ ആണെങ്കിൽ നമുക്ക് പ്യൂരി ആയിട്ട് കൊടുക്കാൻ പറ്റും. എത്ര മാത്രമാണ് അവരുടെ കൺസിസ്റ്റൻസി എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടുള്ള ബേബീസ് ആണെങ്കിൽ നമുക്ക് പംകിൻ്റെയോ വെജിറ്റബിൾസിൻ്റെ എന്തിൻ്റെയും കൂടെ ഇതും കൂടി ആഡ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതൊരു വേറെ കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ്. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കണേണ്ട നല്ലത്. നമ്മളിതൊരു ലോങ് ടേം യൂസിനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വിചാരിക്കുന്ന 1 മാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയുള്ള വീഡിയോ. ഓക്കെ, ബൈ.